വേറൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോയിൽ വന്നിട്ടുള്ളത്. ഇപ്പോൾ ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത് ലാസ്റ്റ് ഇയർ ആകുമ്പോൾ MD കോളേജിൽ പഠിക്കണം, പഴഞ്ഞി MD കോളേജിൽ പഠിക്കുന്ന സമയത്താണ് എനിക്ക് തേർഡ് ഇയർ ആകുമ്പോൾ അന്ന് ഭയങ്കരമായിട്ട് കത്തി നിൽക്കുന്ന ടൈമായിരുന്നു എൻ്റെ. FC കേരളയിൽ അന്നത്തെ പ്രൊഫഷണൽ ക്ലബ്ബായ FC കേരള തൃശ്ശൂർ ആദ്യത്തെ ഗോൾ കീപ്പറായിട്ടും തൃശ്ശൂർ ജില്ലാ ടീമിലെ ഗോൾ കീപ്പറായിട്ടും സീനിയർ ലെവൽ ഗോൾ കീപ്പറായിട്ടൊക്കെ നിൽക്കുന്ന ടൈം, അത്രയും കത്തി നിൽക്കുന്ന ടൈമിലാണ് എന്ത് ചെയ്ത് എനിക്ക് ACL ഇഞ്ചുറി, ലിഗ്മെൻ്റ് ACL ഇഞ്ചുറി വരുന്നത്. കളിക്കാൻ പറ്റാത്തതിൻ്റെ അവസ്ഥയും ഭയങ്കര വിഷമഘട്ടത്തിലും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ ആ ടൈമിൽ നമ്മുടെ കൂടെ കളിച്ചിരുന്ന പ്ലേയേഴ്സൊക്കെ ഹൈ ലെവലിൽ കളിക്കുക, ലൈക്ക് അവർ ഖത്തറിൽ പോയിട്ട് സിറ്റി എക്സ്ചേഞ്ചിന് വേണ്ടി കളിക്കുന്ന ടൈമിലൊക്കെ നമുക്ക് എന്ത് ചെയ്യുക, ഭയങ്കരമായിട്ട് നമുക്ക് എത്താൻ പറ്റിയില്ല, നമുക്ക് ഇഞ്ചുറി വന്നില്ലേ, നമ്മളെ കരിയർ ഡെഡായില്ലേ എന്നുള്ള രീതിയിലൊക്കെ നമ്മൾ ചിന്തിച്ച് ആകെ ഡൗൺ ആയിട്ടുള്ളൊരു സിറ്റുവേഷൻ ആയിരുന്നു. ഇപ്പോഴത്തെ സിറ്റുവേഷൻ നോക്കി നോക്കിയാൽ ആലോചിച്ച് നോക്കിയാൽ ലൈക്ക് എൻ്റെ കൂടെ കളിച്ച അല്ലെങ്കിൽ എൻ്റെ സീനിയർ ആയിട്ടുള്ള പ്ലേയേഴ്സ് അവരുടെ കോച്ചായിട്ടാണ് ഇപ്പോൾ ഞാനിവിടെ ഖത്തറിൽ വന്നിട്ടുള്ളത്, ആസ് എ കോച്ചായിട്ട്, അവരുടെ കോച്ചായിട്ട്. അപ്പോൾ എന്താ അല്ലേ ദൈവത്തിൻ്റെ ഒരു വികൃതികൾ. അപ്പോൾ എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ നമ്മുടെ പാഷൻ അത് ആത്മാർത്ഥമായിട്ട് നമ്മൾ അതുകൊണ്ട് മുന്നോട്ട് നീങ്ങി കഴിഞ്ഞാൽ നമുക്ക് ഇന്നല്ലെങ്കിൽ നാളെ അത് നമ്മളെ ആ വിജയത്തിലേക്ക് കൊണ്ടെത്തിക്കും, തീർച്ചയാണ്. അപ്പോൾ നിങ്ങൾ ആ പാഷനായിട്ട് തന്നെ മുന്നോട്ട് പോവുക. നിങ്ങൾക്ക് വിജയം എന്തായാലും ഒരു ദിവസം നിങ്ങളുടെ മുന്നിൽ വിജയം വന്നെത്തും, ഷുവർ. സോ ഇവരൊക്കെയാണ് എൻ്റെ സീനിയറായിട്ടുള്ള, എൻ്റെ കൂടെ കളിച്ചിട്ടും എൻ്റെ ജൂനിയറായിട്ടുള്ള ഒക്കെ പ്ലേയേഴ്സ്. അപ്പോൾ ഇവരൊക്കെ കോച്ച് ചെയ്യാൻ പറ്റി എനിക്ക്. അപ്പോൾ അത് ആത്മാർത്ഥമായിട്ട് കളിച്ചുകൊണ്ട് മാത്രമാണ്. സോ ഇതിലെത്തി. ഇത് ഷജീർക്ക, FC കേരളയുടെയും തൃശ്ശൂർ സീനിയർ ടീമിൻ്റെ ഒക്കെ ക്യാപ്റ്റനായിരുന്നു. ഇത് ശരത്തേട്ടൻ, ജാഫർ, അങ്ങനെ ഇഷ്ടംപോലെ പ്ലേയേഴ്സ് നമ്മൾ സീനിയറായിട്ട്. ഇവരൊക്കെ കണ്ടിട്ടാണ് ഞാൻ എന്ത് ചെയ്ത് ഫുട്ബോൾ കളി തുടങ്ങിയത്. ഇപ്പോൾ അവരെ കോച്ചാകാൻ പറ്റി. സോ അത് ഫുട്ബോൾ ആത്മാർത്ഥമായിട്ട് ഞാൻ പഠിച്ചുകൊണ്ട് അല്ലെങ്കിൽ ആത്മാർത്ഥത കാണിച്ചതുകൊണ്ടാണ് എനിക്ക് ഈ ഒരു ലെവലിൽ എത്താൻ പറ്റിയത്. അന്ന് ആത്മാർത്ഥമായിട്ട് കളിച്ചതിൻ്റെയും അല്ലെങ്കിൽ ഹാർഡ് വർക്ക് ചെയ്തതിൻ്റെ ബെനിഫിറ്റ് ആയിരിക്കാം ചിലപ്പോൾ ഇങ്ങനൊരു സിറ്റുവേഷൻ അന്ന് വിഷമിച്ചതിൻ്റെ ഒക്കെ പകരമായിട്ട് ആ പ്ലേയേഴ്സിന് അല്ലെങ്കിൽ നമ്മളൊപ്പം കളിച്ച പ്ലേയേഴ്സിനെ അല്ലെങ്കിൽ നമ്മുടെ സീനിയറായിട്ടുള്ള പ്ലേയേഴ്സിനെ കോച്ച് ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത് വലിയൊരു അനുഗ്രഹമായിട്ടാണ് എനിക്ക് തോന്നിയത്. സോ അത് അതിൻ്റെ ആത്മാർത്ഥമായിട്ടും നമ്മൾ അതിൻ്റേതായിട്ടുള്ള ആത്മാർത്ഥതയിലും നമ്മൾ ആ പാഷനോട് കൂടി മുന്നോട്ട് നീങ്ങേണ്ടതായിരിക്കാം. അപ്പോൾ നമ്മൾ എന്ത് തന്നെ ആയാലും നമ്മളൊരു മുന്നോട്ട് പാഷനോട് കൂടിയിട്ട് നമ്മൾ ആത്മാർത്ഥമായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിനെന്തായാലും ഒരു റിസൾട്ട് എന്തെങ്കിലും, ചിലപ്പോൾ കാലം കുറച്ച് എടുക്കും, പക്ഷേ അതിന് എന്തായാലും ഒരു റിസൾട്ട് ഉണ്ടായിരിക്കും. അപ്പോൾ എനിക്ക് ഞാൻ യങ് ടാലൻസ് അല്ലെങ്കിൽ ഭാവി തലമുറയോട് എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ, നിങ്ങൾ എന്ത് കാര്യം നിങ്ങൾ ആ ആത്മാർത്ഥതയോട് പാഷനറ്റോട് കൂടി ചെയ്തോ, നിങ്ങളത് ഒരു ദിവസം നിങ്ങൾ എന്തായാലും അതിൻ്റെ വിജയം നിങ്ങളെ മുന്നിലെത്തിക്കും. അത് സത്യമാണ്. അതാണ് ഏറ്റവും വലിയ എൻ്റെ ഒരു ജീവിത പാഠാണിത്. ഓക്കെ, സോ ആ രീതിയിൽ തന്നെ നിങ്ങൾ മുന്നോട്ട് പോവുക. നിങ്ങളുടെ പാഷനോടുകൂടി മുന്നോട്ട് പോവുക. അതിൽ വിജയം നിങ്ങൾക്ക് എന്തായാലും തേടിയെത്തും.